പൊതുലീയ സ്വത്വത്തിൽ ഭഗവാൻ ഇന്ദ്രിയ സുഖങ്ങളെ വളരെ കഷ്ടകരം തരുന്നതായിട്ടാണ് പറയുന്നത്. അതായത് ഇന്ദ്രിയ സുഖങ്ങളെ ഭഗവാൻ അസ്ഥികഷ്ണത്തോട്, മാംസത്തോട്, അതേപോലെ തന്നെ പുല്ലിൻ്റെ തീയിനോട്, അതേപോലെ തന്നെ കത്തുന്ന കൽക്കരിയോട്, സ്വപ്നത്തിനോട്, യാചിച്ച വസ്തുക്കളോട്, അതേപോലെ തന്നെ മരത്തിലെ പഴങ്ങളോടാണ് ഉപമിക്കുന്നത്. അത് പല രീതിയിലാണ് ഉപമിക്കുന്നത്. ഉദാഹരണമായിട്ട് അസ്ഥികഷ്ണത്തിൻ്റെ ഉപമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസ്ഥികഷ്ണത്തിൽ ഒട്ടും തന്നെ മാംസമില്ല. അത് നമ്മൾ ഒരു നായ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നായയുടെ വിശപ്പ് ഒരിക്കലും തരില്ല, പക്ഷേ അതിന് കടിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അത് ക്ഷീണിക്കും. ഇപ്പോൾ വിശപ്പ് തീർന്നിട്ടില്ല, അതിന് ക്ഷീണവുമായി. ഇത് തന്നെയാണ് ഇന്ദ്രിയ സുഖത്തിൻ്റെ പ്രശ്നം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മാംസകഷ്ണത്തിൻ്റെ ഉദാഹരണം ചേർത്ത് പറയുകയാണ്. ഒരു കാക്ക ഒരു മാംസകഷ്ണം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മറ്റുള്ള കാക്കകളും പരുന്തുകളും കഴുകന്മാരും എല്ലാം അതിൻ്റെ പിന്നാലെ കൂടും. ആ മാംസകഷ്ണം പെട്ടെന്ന് അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ അതിന് മരണം അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള പീഡ അനുഭവിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള ഒരു വ്യക്തിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്.